നോക്കാട്ടോ, വളരെ സൂക്ഷ്മമായ തലങ്ങളിലേക്ക് പോകുമ്പോൾ ആറാം ഭാവനാഥൻ്റെ അഷ്ടവർഗം ഗണിച്ച് ആറാം ഭാവനാഥന് 5-ൽ താഴെ ബിന്ദുക്കൾ വരുന്ന രാശി ഏതാണോ ആ രാശിയിൽ ആറാം ഭാവനാഥൻ ചാരവശാൽ സഞ്ചരിക്കുന്ന സമയത്തൊക്കെയും ഇത്രയും കടുത്ത ശത്രുബാധയൊക്കെ പറയാം. ചിലപ്പോൾ നല്ല കത്തി നിൽക്കുന്ന സമയമാവും. ആ സമയത്തായിരിക്കും പെട്ടെന്ന് അപഹാരം മാറിയിട്ടുണ്ടാവുക. ആ അപഹാരം മാറിയ രാശിനാഥൻ ചിലപ്പോൾ അഷ്ടവർഗ ബിന്ദുക്കളുടെ ബലമില്ലാത്ത രാശിയിലായിരിക്കും ചിലപ്പോൾ സഞ്ചരിക്കുന്നുണ്ടാവുക. അങ്ങനെയൊക്കെയുള്ള സമയത്ത് പൊടുന്നനെ ആയിരിക്കും ഓരോരുത്തർക്ക് പനി വരുന്നത്. ഇപ്പോൾ നമ്മൾ ഈ അടുത്തേ കണ്ടു അല്ലേ, വളരെ ആക്റ്റീവായിട്ട് സമൂഹത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് പല ആളുകൾക്കും പലതരത്തിലായ ആപത്തുകൾ വന്നത്. അപ്പോൾ പലതരം സമ്മർദ്ദങ്ങളും പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. അതുകൊണ്ട് സൂക്ഷിക്കണം എന്ന് സ്വയം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ, ഈ കാലഘട്ടം മോശമാണ് എന്ന് സ്വയം മനസ്സിലാക്കുന്നതിന് ഈ പറയുന്ന കാര്യങ്ങൾ ഉപകരിക്കും. അത് ശാസ്ത്രഗത്യാൽ അത് സ്വയം മനസ്സിലാക്കാനാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രമാണം അടക്കം നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളത്. അതിന് കുറച്ച് ശാസ്ത്രബോധമുള്ള ആളുകൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പ്രമാണങ്ങൾ വഴങ്ങും. കാരണം ഹോരയാണത്. പടുബുദ്ധികളിൽ വെച്ച് പടുതികൾക്ക് മാത്രമേ പെട്ടെന്ന് ഇത് ഗ്രഹിക്കാൻ സാധിക്കൂ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സൂചന കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ദൈവജ്ഞൻ്റെ സമക്ഷം കൊണ്ടുപോയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ പരിശോധിക്കാം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. അത് എക്സ്പെർട്ടായിട്ടുള്ള ദൈവജ്ഞനായിരിക്കണം, ഈ പ്രമാണമൊക്കെ പഠിച്ചിട്ടുള്ള ആളായിരിക്കണം എന്നൊക്കെ പറയാൻ കാരണം എന്താ വെച്ചാൽ വ്യാജന്മാരുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ. എല്ലാവർക്കും നിശ്ചയം ഉണ്ടായിക്കൊള്ളണമെന്നൊന്നുമില്ല. അത് യാതൊരു നിർബന്ധമുള്ള കാര്യമല്ല. അപ്പോൾ ഈ 4 ലക്ഷത്തിലധികം പ്രമാണങ്ങളുണ്ട് ഇത്ര ജ്യോതിഷത്തിൽ. അപ്പോൾ അത്രയും കാര്യങ്ങളൊന്നും ഒരാൾക്ക് ഇപ്പോൾ പഠിക്കാൻ സാധ്യമായിട്ടുള്ള വിഷയമല്ല. എങ്കിലും തർക്കമില്ലാതെയുള്ള പാരമ്പര്യമൊക്കെ അതിനാണ് പറഞ്ഞത്. പാരമ്പര്യമില്ലാത്ത ആൾക്കാരൊക്കെ പലതരത്തിൽ പെട്ടുപ്പോൾ ഇല്ലേ. അപ്പോൾ പാരമ്പര്യം വേണം, കുലത്തിൻ്റെ മഹിമ വേണം, അതിന് യോഗ്യത ഉണ്ടാവണം, ഗുരുപദേശം ഉണ്ടാവണം, ഗ്രഹപൂജ തൽപരനായിരിക്കണം, കണ്ടതും കേട്ടതൊക്കെ പബ്ലിക്കായിട്ട് തുറന്ന് പറയാത്ത ആളായിരിക്കണം. അതായത് നാവിന് ലൈസൻസ് വേണം എന്നർത്ഥം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്കൊന്നും അമളി സംഭവിക്കില്ല. അങ്ങനെയുള്ള ആളുകളെയൊക്കെ ഈശ്വരൻ രക്ഷിക്കും. ഈശ്വരോക്തമായിരിക്കണം ഈ ശാസ്ത്രം കൈകാര്യം ചെയ്യേണ്ടത്. അപ്പം അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സമൂഹത്തിനും അവനവനും നന്മ ഉണ്ടാവുകയും ചെയ്യും. മാത്രമല്ല അവനവൻ്റെ മനസ്സിനൊരു സുഖം, സമൂഹത്തിന് നന്മ ചെയ്തു എന്നുള്ളൊരു തോന്നൽ അതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് വളരെ രഹസ്യമായിട്ടുള്ളൊരു പ്രമാണമാണ്. ഇത് അധികം അങ്ങനെ പബ്ലിക്കായിട്ട് എവിടെ നിന്നും കിട്ടാൻ വഴിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് അത് പ്രയോജനകരമാവട്ടെ സമൂഹത്തിന്, ജ്യോതിഷ വിദ്യാർത്ഥികൾക്കും പ്രേമികൾക്കത് സഹായമാകട്ടെ എന്നുള്ള നിലയ്ക്കാണ് അങ്ങനെ പ്രമാണസഹിതം വീഡിയോ ചെയ്യാൻ കാരണം. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. അതുവരേക്കും നിങ്ങളെല്ലാവരുടെയും സഹകരണം, അഭിപ്രായമൊക്കെ നിങ്ങൾ എഴുതി അറിയിക്കുക, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കുക. എല്ലാവർക്കും നന്മ വരട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നന്ദി, നമസ്കാരം, ശുഭദിനം.